അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ശേഷം ഞങ്ങൾ കരുതി ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബസ് കയറി ഒരു വാട്ടർഫോൾ കാണാനാണ് പോയത്. ഞങ്ങൾ പോയത് ആനയടിക്കൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. തൊടുപുഴയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ആനയടിക്കൂത്ത്. ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് മഴയും വെയിലും ഒക്കെ ഒരുമിച്ച് ചേർന്നൊരു ക്ലൈമറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ബസ്സിലെ യാത്ര എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകാനുള്ള റൂട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബസ് ഇറങ്ങിയതിന് ശേഷം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ ചോദിച്ചായിരുന്നു എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. അവർ ഞങ്ങൾക്ക് പറഞ്ഞെന്ന വഴിയാണ് ഈ വഴി. ശരിക്കും പറഞ്ഞാൽ ഈ വഴി പൊളിച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തേനും വേറൊരു വഴിയുണ്ടായിരുന്നു. അതുവഴിയായിരുന്നു പോവേണ്ടത്. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കുന്നും മലയും കാടും ഒക്കെ കയറി ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കൊച്ചു പിള്ളേർ സഹിതം വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ പനി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അവളുമാർ രണ്ടുപേരും കൂടി പോയി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം അവിടെ മാറി നിന്നു. എന്നിട്ട് എന്താ കാര്യം, ഞാനും നനഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ആ വെള്ളത്തിൽ മര്യാദയ്ക്ക് എനിക്ക് ഇറങ്ങിയാൽ പോരായിരുന്നു. ഇനിയത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മാറി നിന്നിട്ടായാലും ഞാനും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇതാ കയറുമായിരുന്നു. ഞാനും ഐശ്യം കാർത്തും കൂടി ഈ സ്റ്റെപ്പ് കയറാൻ പെട്ട പാട്, അയ്യോ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സ്റ്റെപ്പും കയറി ലാസ്റ്റ് അവിടെ ചെന്നപ്പോൾ കാഴ്ച അതടിപൊളിയായിരുന്നു. മഞ്ഞും കോടയൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളി ഒരു കാഴ്ച. തിരിച്ചിറങ്ങിയപ്പോഴോ മഴയും പെയ്തു. പിന്നെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്തതുകൊണ്ട് ഞങ്ങൾ നനഞ്ഞില്ല. മഴയൊക്കെ മാറിയതിന് ശേഷം ഞങ്ങളിതാ ഈ പാറക്കെട്ട് വഴിയാണ് തിരിച്ച് താഴേക്ക് ഇറങ്ങിയത്. മഴ ആയതുകൊണ്ട് പാറ വഴി ഇറങ്ങുമ്പോൾ തെന്നുമോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുമ്പിൽ കൂടി പോകുന്ന ഈ ചേട്ടനും ചേച്ചിയും ആ കുഞ്ഞുവാവയും കൂടി നല്ല സൂപ്പറായിട്ട് ഇറങ്ങി പോകുന്നുണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം വന്നു. അങ്ങനെ ഫൈനലി ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് ഫുഡും കഴിക്കാനുള്ള പ്ലാനും ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി.